ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റൈൽ കോർണർ. മിക്കവർക്കുള്ളൊരു പ്രോബ്ലമാണ് അണ്ടർആർമിലെ ഡാർക്ക്നെസ്. ഈ അണ്ടർആർമിലെ ഡാർക്ക്നെസ് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള 2 റെമഡീസാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കറുപ്പ് നിറം ടൈറ്റ് ഡ്രസ്സ് ധരിക്കുന്നത് കൊണ്ടാവാം, പിന്നെ ഹൈജീനായിട്ട് അവിടെ കീപ്പ് ചെയ്യാത്ത ആളുകൾക്കും ഇങ്ങനെ കറുപ്പ് നിറം ഉണ്ടാവാറുണ്ട്. ചിലർക്ക് ഈ കറുപ്പ് മെഡിക്കൽ കണ്ടീഷൻസ് കൊണ്ടുണ്ടാവാം. തടി കൂടിയവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, ഹോർമോൺസിൻ്റെ പ്രശ്നം, പ്രത്യേകിച്ച് പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർക്കും തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ കറുപ്പ് നിറം വരാം. ചിലർക്ക് മരുന്ന് കഴിക്കുന്നത് കൊണ്ടും ഇതുണ്ടാവാം. സ്റ്റിറോയിഡ്സ്, പിന്നെ ബർത്ത് കൺട്രോൾ പിൽസ്, അതൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ഈ കറുപ്പ് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റെമഡിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ എടുക്കരുത്, ബേക്കിംഗ് സോഡ തന്നെ എടുക്കണം. ഇത് നമ്മുടെ സ്കിൻ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അവിടെയുള്ള അഴുക്കും എക്സസ് ആയിട്ടുള്ള ഓയിൽ സെക്രീഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറാണ്. ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് അണ്ടർആർംസിലെ ആക്നി പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. പിന്നെ പകുതി ചെറുനാരങ്ങ കൂടി വേണം. ഇത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് അണ്ടർആർംസ് ലൈറ്റായിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കും. എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ അണ്ടർആർംസിലേക്ക് ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. അണ്ടർആർംസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് കഴുകി കളയാം. ഇത് ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡിഫറൻസ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് മാസത്തിൽ 1-2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് റെമഡി ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കുള്ളതാണ്. അതിനുവേണ്ടി ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം. സ്ലൈസ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം, അതിൻ്റെ ജ്യൂസ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയാം. പൊട്ടറ്റോയിൽ മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ ലൈറ്റൺ ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് കുക്കുംബർ ജ്യൂസോ ലെമൺ ജ്യൂസോ ആഡ് ചെയ്യാം. ഈ റെമഡി കുറച്ച് ടൈം എടുക്കും. പിന്നെ നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് ഇത് ഡെയിലി യൂസ് ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ റെമഡി ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.